ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ നിന്ന് കോടതി വിധി പറയും. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും സുധീഷ് കുമാർ ചേരുന്നുണ്ട്. സുധീഷ്, നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 കേസിലാണ് പത്മകുമാർ പ്രതിയായിട്ടുള്ളത്. ഇന്നത്തെ ജാമ്യാപേക്ഷയിൽ എന്തായിരിക്കും കോടതിയിൽ അദ്ദേഹം ആവശ്യപ്പെടുക? ഒപ്പം തന്നെ SIT ഏത് രീതിയിലായിരിക്കും എതിർക്കുക? അമ്പിളി MLA കൂടിയായ നേതാവും കൂടിയായിരുന്ന പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുമ്പോൾ പ്രധാനമായും കോടതിക്ക് മുന്നിൽ ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഈ ഒരു കേസിൽ പ്രതിയായിരുന്ന സമയത്ത് ഈ ദേവസ്വം ബോർഡിനും മറ്റു ഉദ്യോഗസ്ഥർക്കും ഇതിനകത്ത് കൂട്ടു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ താൻ ഒറ്റയ്ക്ക് തന്നെ മാത്രം ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ കേസിൽ മുന്നോട്ട് പോകുന്ന SITയുടെ അന്വേഷണ സംഘത്തിന്റെ നീക്കത്തിനെ എതിർക്കുന്ന തരത്തിലായിരുന്നു ഈ ജാമ്യാപേക്ഷയിൽ ഹർജി സമർപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടി പരിഗണിക്കണം. ഒപ്പം തന്നെ ഇന്നത്തെ പ്രായപരിധി കൂടി കണക്കിലെടുത്ത് വേണം ഈ കേസുകളിൽ തന്റെ ജാമ്യ ഹർജിയൊക്കെ പരിഗണിക്കുമ്പോൾ നിലപാട് കോടതി എടുക്കേണ്ടത് എന്നുള്ള ആവശ്യമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു പരിഗണന ആവശ്യപ്പെടുമ്പോൾ കോടതി ഇക്കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കേസുകളിലെ പ്രതികൾക്ക് ജാമ്യ ഹർജി അപേക്ഷിച്ച സമയത്ത് കോടതി ഇക്കാര്യങ്ങളൊക്കെ തന്നെ തള്ളിയിരുന്നു. ജാമ്യ ഹർജി അവർക്ക് നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ കാര്യത്തിലും ഇത്തരത്തിലൊരു സമാന രീതി ഉണ്ടാകാനാണ് സാധ്യത. കോടതി ഒരു പക്ഷേ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുമ്പോൾ ആ ജാമ്യാപേക്ഷ തള്ളാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പത്മകുമാറിനെ ശബരിമലയിലെ 2 കേസുകളിലും, അതായത് സ്വർണ്ണപ്പാള കേസിലും കട്ടിളപ്പാള കേസിലും പ്രതിയായി കണ്ടെത്തിയിരുന്നു. ഈ 2 കേസുകളിലും പ്രതിയായതോടുകൂടി SIT സംഘം ഈ ഇദ്ദേഹത്തിന്റെ കസ്റ്റഡി ആവശ്യപ്പെടുകയും 1 ദിവസം കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുകയും കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അക്കാര്യങ്ങളിലൊക്കെ തന്നെ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നതിനുള്ള സാഹചര്യങ്ങളുമൊക്കെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജാമ്യ ഹർജി തള്ളിക്കളയണമെന്നൊരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ഒരു നടപടി തന്നെയായിരിക്കും കോടതി ഒരു പക്ഷേ ഇക്കാര്യത്തിൽ സ്വീകരിക്കുക. മുൻപ് വാസം ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യ ഹർജി പരിഗണിച്ചപ്പോഴും കോടതി ഈ ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇവർക്ക് ആർക്കും ജാമ്യം നൽകിക്കൊണ്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് പ്രോസിക്യൂഷൻ അവരുടെ വാദഗതികൾ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നടക്കുന്ന ജാമ്യ ഹർജി. കാര്യം ജാമ്യ ഹർജിയിൽ വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഇന്ന് ജാമ്യ ഹർജിയിൽ വിധി പറയാനിരിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും കോടതി നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ നിന്നും റിമാൻഡിലേക്ക് കഴിയുന്ന പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി കൂടി നീട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കേസിൽ മറ്റൊരു പ്രധാന പ്രതിയായിരുന്ന മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയിലും ഇന്ന് കോടതി വിധി പറയും. ഏതായാലും 2 പേർക്കും ജാമ്യം അനുവദിക്കുന്ന കാര്യത്തിൽ പ്രോസിക്യൂഷൻ എതിർപ്പാണുള്ളത്. അതുകൊണ്ട് തന്നെ ജാമ്യം പരിഗണിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ മുൻനിർത്തി ഇവർ കേസിന്റെ മറ്റു കാര്യങ്ങളിൽ സ്വാധീനിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് ജാമ്യ ഹർജി തള്ളാനുള്ള ഒരു സാഹചര്യമാണ് വിജിലൻസ് കോടതിയിൽ ഇന്ന് നടക്കുക. ശരി, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ നിന്ന് കോടതി വിധി പറയും. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പത്മകുമാറിന് ജാമ്യം കിട്ടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. SIT ഇന്നും എതിർക്കാൻ തന്നെയാണ് തീരുമാനം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്നും സുധീഷ് കുമാർ.